ഹായ് ആൾ, ഞാൻ നിഷ, നിങ്ങളുടെ ലൈഫ് സയൻസ് ഫാക്കൽറ്റിയാണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്, അതായത് നമ്മുടെ 2026 ജൂണിൽ നടന്ന CSIR എക്സാമിന്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിന് മുൻപായിട്ട് ഇപ്പം CSIR ലൈഫ് സയൻസിന്റെ ഒരു ലോങ് ബാച്ച് റണ്ണിങ് ആണ്. അപ്പം ഇനി നിങ്ങൾക്ക് അപ്പം നിങ്ങളിപ്പോൾ കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എത്രമാത്രം നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കൊരു പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മേക്കപ്പ് ചെയ്ത് നമുക്ക് ഡിസംബറിലോട്ട് കോപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ CCയിൽ ജോയിൻ ചെയ്യുക. ഇനി ഈ കട്ട് ഓഫ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ട് ഈ എക്സാമിന്റെ ഒരു പാറ്റേൺ എങ്ങനെ ആയിരുന്നു എന്നുള്ള ഒരു ഗ്രാഫ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അവയർനെസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നുള്ള രീതിക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ നമ്മുടെ പാർട്ട് എയിൽ ഓൾമോസ്റ്റ് ഒരു 20 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഉണ്ടാവുക അല്ലെ. ഈ 20 ക്വസ്റ്റ്യൻസിൽ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു 5 ക്വസ്റ്റ്യൻ വാസ് വെരി ഈസി. നമുക്ക് കിട്ടിയ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ ആണിത്. അപ്പൊ അതിൽ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെരി ഈസി ആയിരുന്നു ആൻഡ് 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംവാട്ട് ഈസി. ആൻഡ് പിന്നീട് വരുന്ന ഒരു 5 ക്വസ്റ്റ്യൻ മോഡറേറ്റും 5 ക്വസ്റ്റ്യൻ ടഫും ആയിരുന്നു. ബട്ട് എനിവേ ഓൾമോസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസോളം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പാർട്ട് ബിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 15 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസി ആയിരുന്നു, 20 ക്വസ്റ്റ്യൻ മോഡറേറ്റ് ആണ് ആൻഡ് ദ റിമൈനിങ് 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടഫ് ആയിരുന്നു എന്നുള്ളതാണ്. ആൻഡ് പാർട്ട് സിയിലോട്ട് പോകുന്ന സമയത്ത് 15 ക്വസ്റ്റ്യൻസ് വർ ഈസി ആൻഡ് 40 ക്വസ്റ്റ്യൻസ് വർ മോഡറേറ്റ് ആൻഡ് 20 ക്വസ്റ്റ്യൻസ് ആർ ടഫ്. അപ്പൊ ഇതില് എല്ലാ സ്റ്റുഡൻസിനും അറ്റ്ലീസ്റ്റ് ഒരു 25 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർട്ട് തന്നെയായിരുന്നു പാർട്ട് സി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓവറോൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഈസി ടു മോഡറേറ്റ് എന്നുള്ള ഒരു ലെവലിലേക്കാണ് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ കട്ട് ഓഫിനേക്കാളും ഇപ്രാവശ്യം കട്ട് ഓഫ് കൂടാനാണ് സാധ്യത കൂടുതൽ. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ അത്രമാത്രം ഈസി ആയിരുന്നു എന്നുള്ളത്. ഓക്കെ. ആൻഡ് ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ 2025 ജൂണിന്റെ കട്ട് ഓഫിന്റെ ചാർട്ടാണ്. സോ ജൂണിൽ ഞാൻ നിങ്ങളുടെ ലൈഫ് സയൻസിന്റെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് സാധാരണ എക്സാംസ് നടക്കുന്നത്. അപ്പൊ അതിൽ ലൈഫ് സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 2025 51.5% ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഫോർ JRF ആൻഡ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ കാറ്റഗറി 46.35% ആയിരുന്നു ആൻഡ് ഫോർ PhD ഓൺലി 38.25% ആയിരുന്നു നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി ഇതേ കട്ട് ഓഫ് നമുക്ക് 2025 ഡിസംബർ ആയപ്പോഴത്തേനും നോക്കിക്കേ 54%, അതായത് 51.5% ഉണ്ടായിരുന്ന JRFന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഡിസംബർ ആകുമ്പോഴത്തേനും 54% ആയി. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്രാവശ്യത്തെ ഒരു എക്സാം പാറ്റേൺ വെച്ച് 2026 ജൂണിലെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ്സ് സംവാട്ട് ഈസി. ഓക്കെ. അല്ലെങ്കിൽ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യാം ഈസി ടു മോഡറേറ്റ് എന്നുള്ള രീതിയിൽ. സോ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് തന്നെ വി ആർ എക്സ്പെക്ടിങ് മോർ പെർസെൻറ്റേജ് ഓഫ് കട്ട് ഓഫ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിലൊരു 54% ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 108 ആണ് മാർക്ക് ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. ഓക്കെ. ഒരു 108 ആണ് ഒരു നമ്മുടെ ഒരു റേഞ്ച് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ 108 to 110 ആണ് നമുക്കൊരു റേഞ്ച് വരുന്നതെങ്കിൽ ഇപ്രാവശ്യം അതൊരു 114 to 118 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ അതിലും കൂടുതൽ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അക്കോർഡിംഗ് ടു ദി എക്സാം പാറ്റേൺ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം ഒരു 57 to 59% വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇപ്രാവശ്യത്തെ CSIR നെറ്റ് ലൈഫ് സയൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഫോർ JRF. ഓക്കെ. ഇനി അക്കോർഡിംഗ്ലി ഈ പറഞ്ഞ എല്ലാത്തിനും പെർസെൻറ്റേജ് നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു പാറ്റേണിൽ മാറ്റം വരും. അതായത് നമുക്കിപ്പോ EWS എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 47 to 48 വരെ പോകാം. ആൻഡ് OBC നോക്കുന്ന സമയത്ത് again ഈ പറഞ്ഞ രീതിയിൽ 44 to 47 രണ്ടും ഏകദേശം സെയിം പെർസെൻറ്റേജ് ആണ് വരുന്നത്. ആൻഡ് ഫോർ ദ SC കാറ്റഗറി ഒരു 39 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്.
അത് ST again 39 വരെ പോകാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് PWD ഒരു 30ക്കുള്ളിൽ ഒരു 28-29% വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഐ മീൻ കമ്പാരിറ്റീവ്ലി നമുക്ക് 2025 കമ്പയർ ചെയ്യുന്ന സമയത്ത് 2026 നടന്ന എസ്പെഷ്യലി ജൂണിൽ നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇപ്പം നിങ്ങൾക്ക് അറിയാം പെർസെന്റൈലാണ് നിങ്ങളുടെ ലിസ്റ്റ് വരുന്നത് അല്ലെ. അപ്പൊ പെർസെന്റൈൽ എന്ന് പറയുമ്പോൾ ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലിസ്റ്റിൽ വരുന്ന ആൾക്കാരുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഒരു റാങ്ക് അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം എക്സാം പാറ്റേൺ വളരെ ഈസി ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് എന്തായാലും ഈ പറഞ്ഞ ഈ കാറ്റഗറി അല്ല ഇതിലും മുകളിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ അതിനനുസരിച്ച് ഈ പറഞ്ഞ ക്ലിയർ ആവുകയോ ഇല്ലയോ എന്നുള്ളത് എന്റെ ശതമാനം മാറ്റം വരും. ഇനി ലെക്ചർഷിപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ ലെക്ചർഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48% ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിപ്പം ഒരു 51 to 52 അല്ലെങ്കിൽ 53% വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനി OBC ആണെങ്കിൽ 39, OBCയും EWSഉം 39 ആയിരുന്നു. അതൊരു 42 വരെ കൂടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് SCയിൽ എന്ന് പറയുന്നത് 32 ആണ്, അതൊരു 35 വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആൻഡ് ST 30 ആയിരുന്നു, അതും 33 വരെ പോകാം. PWD 25 ആയിരുന്നു, 28 വരെ. അതായത് ഓൾമോസ്റ്റ് ഒരു +3 to 5% കൂടാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് മൂവിങ് ടു അസിസ്റ്റന്റ് പ്രൊഫസർ, ഐ മീൻ നോട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ, ടു ദി PhD അഡ്മിഷൻ. ലൈഫ് സയൻസിന് മുൻപ് ഉണ്ടായിരുന്നത് 2025 ഡിസംബറിൽ ഉണ്ടായിരുന്നത് 39% ആണ്. അത് ഇപ്പൊ നമുക്കൊരു 43 to 45 വരെ കൂടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഫോർ EWS 33% ആയിരുന്നു, അതൊരു 35 എബോവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഫോർ OBC ഓൾസോ. ആൻഡ് ഫ്രം SC ആൻഡ് ST 25% ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് ഇപ്രാവശ്യം 28 എബോവ് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് PW ഓൾസോ. ഓക്കെ, അപ്പൊ ഇത്രയും പറയാനുള്ള കാരണം ഇതൊക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. അതായത് നമുക്കൊരു റിവ്യൂ, നമ്മുടെ എക്സാം എഴുതി വരുന്ന കുട്ടികളിൽ നിന്ന് എടുത്തിട്ടുള്ള റിവ്യൂവിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കമ്പാരറ്റീവ്ലി. ഇപ്പൊ നമുക്കറിയാം ഒരാൾ ഒറ്റ അറ്റംപ്റ്റിലല്ല ക്ലിയർ ചെയ്യുന്നവരുണ്ട്, ബട്ട് കമ്പാരിറ്റീവ്ലി ഒന്നിൽ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്ന കുട്ടികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സോ അവരുടെ റിവ്യൂ എടുത്തതിൽ വെച്ച് കമ്പാരിറ്റീവ്ലി ഫ്രം 2025 കമ്പയർ ചെയ്യുന്ന സമയത്ത് 2026 എക്സാം എന്ന് പറയുന്നത് വളരെ ഈസി ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ലെവൽ വല്ലാതെ കൂടാനുള്ള സാധ്യതകളും ഉണ്ട്. ഇതൊരു റേഞ്ച് മാത്രമാണ്, 114 to 118 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ആണ്. ബട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിലേറ്റീവ് പെർസെന്റേജ് ആണ് നിങ്ങളുടെ മാർക്കിലോട്ട് കൺവേർട്ടഡ് ആവുന്നത് അല്ലെ, പെർസെന്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഒരു 125 എബോ ഒക്കെ സ്കോർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെർസെന്റേജിൽ നന്നായിട്ട് മാറ്റരുത്. എനിക്ക് തോന്നുന്നു 99% വെച്ചിട്ടാണ് ഇപ്പം JRF എല്ലാം ക്ലിയർ ചെയ്ത് വരുന്നത്. സോ 99.01, 99.04 ഇനി അതിലും കൂടാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. സോ ഈ രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യം കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കമ്പയർ ടു 2025, 2026 June cut off will be more. That's it. Thank you so much.